ഊഴിയം, കേരളം മറക്കരുതാത്ത ജാതിക്രൂരത. നമ്മൾ ഇന്ന് കാണുന്ന പ്രൗഢമായ കേരളം വെറുതെയുണ്ടായതല്ല. ആധുനിക കേരളത്തിൻ്റെ ശില്പത്തിന് ഓരോ കല്ല് വയ്ക്കുമ്പോഴും അതിന് പിന്നിൽ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ചോരയും കണ്ണീരും വീണിട്ടുണ്ട്. അതിൽ ഏറ്റവും ക്രൂരമായ ഒരധ്യായമായിരുന്നു ഊഴിയം. എന്താണ് ഊഴിയം? ഊഴിയം എന്നാൽ പ്രതിഫലമില്ലാത്ത അടിമപ്പണി. ഈഴവർ, ചാന്നാർമാർ, പുലയർ തുടങ്ങി താഴ്ന്ന ജാതിക്കാരായ മുദ്രകുത്തപ്പെട്ടവർ സർക്കാർ ആവശ്യങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കുമായി കൂലിയില്ലാതെ പണിയെടുക്കാൻ ബാധ്യസ്ഥരായിരുന്നു. സ്വന്തം വിശപ്പും കുടുംബവും മറന്ന് ഭരണകൂടത്തിൻ്റെ ആജ്ഞകൾക്ക് മുന്നിൽ അവർക്ക് ചങ്ങലയ്ക്കപ്പെടേണ്ടി വന്നു. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപവും വള്ളക്കടവിനും വർക്കലയ്ക്കുമിടയിലെ കനാലുകളും നിർമ്മിച്ചത് ഊഴിയം വേലക്കാരുടെ അധ്വാനത്തിലാണ്. മൈലുകളോളം കല്ലുകൾ ചുമന്ന ഈ മനുഷ്യർക്ക് പകരമായി ലഭിച്ചിരുന്നത് ഉപ്പും കഞ്ഞിയും ഉദ്യോഗസ്ഥരുടെ മർദ്ദനവും മാത്രമായിരുന്നു. ഇത് വെറുമൊരു തൊഴിലല്ലായിരുന്നു, മറിച്ച് ജാതി മേധാവിത്വത്തിൻ്റെ കരാളഹസ്തമായിരുന്നു. സവർണരെയും ഉദ്യോഗസ്ഥരെയും ഒഴിവാക്കിയപ്പോൾ ഒരു വലിയ ജനതയെ പല്ലക്ക് ചുമക്കാനും കഠിനമായ ജോലി ചെയ്യാനും നിർബന്ധിച്ചു. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളിലൊന്ന്. 19-ാം നൂറ്റാണ്ടിൽ മിഷണറിമാരും വൈകുണ്ഠസ്വാമികളെയും അയ്യൻകാളിയെയും പോലുള്ള വിപ്ലവകാരികളും ഇതിനെതിരെ ശബ്ദമുയർത്തി. പണിയെടുക്കുന്നവന് കൂലി വേണം എന്ന ആവശ്യം മനുഷ്യാന്തസ്സിനു വേണ്ടിയുള്ള നിലവിളിയായിരുന്നു. 1893-ൽ ശ്രീമൂലം തിരുനാൾ ഇത് ഭാഗികമായി നിർത്തലാക്കിയെങ്കിലും പൂർണ്ണമായി ഇല്ലാതാകാൻ വർഷങ്ങളെടുത്തു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനു പിന്നിൽ പട്ടിണി കിടന്ന് പണിയെടുത്ത ആ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നെടുവീർപ്പുകളുണ്ട്. ആ ചരിത്രം നാം മറക്കരുത്. സ്മാരകങ്ങൾ വെറും കല്ലുകളല്ല, അവ നിശബ്ദമാക്കപ്പെട്ട ഒരു ജനതയുടെ പോരാട്ടത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്. ഈ ചരിത്രം എല്ലാവരിലേക്കും എത്താൻ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്. കൂടുതൽ ചരിത്രപരമായ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലീസ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ.